കാലത്ത് എഴുന്നേറ്റ് ഡ്രോയിങ് പഠിക്കണ ഓഫ് ഒന്നും ചെയ്തില്ല. ഇത്തിരി ഒച്ച കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിലും കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ? അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ. ഇത്ര ഫെയിലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആഹാരമൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഇറങ്ങിയപ്പോ ഇത്തിരി സ്പീഡ് കൂടി പോയി. എന്താ പേടിച്ചാ? എഴുന്നേറ്റ് പോണോ അവിടുന്ന്? എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരവിപ്പൊന്ന് മാറ്റേ. കുട്ടി, ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ. മോളിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മുഖത്തിരിക്കണത്? എവിടെ? ദേഹിരിക്കണ ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ? ദൈവമേ, എവിടുന്ന്? സൂര്യ നമസ്കാരം ചെയ്യുന്നിടത്തോന്നാണോ അഴിഞ്ഞാട്ടോ അലവില്ലാത്തവരോ കാണിക്കുന്നത്? അയ്യടാ, ഇടിക്കുന്നോടി കോരം കത്തി നിന്റെ. ആരടി അവൻ? അവൻ ആരാണെന്ന് നീ പറയണ്ട. അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം. മാറി മാറാനാ പറഞ്ഞത്. മാറാൻ പറഞ്ഞില്ല. ആണുങ്ങളില്ലാത്ത ഒറ്റക്കാരി താമസിച്ചിരിക്കുന്നത്, അതും പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടില്. മര്യാദക്ക് അവനെ ഇവിടെ ഇറക്കി വിട്ടോണം. ഇറക്കി വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ? ഞാൻ കാണിച്ചതാ. ആ താങ്കിനോട് ഇരുമിനോട് ചെന്ന് കാണിക്ക്. അവര് പറഞ്ഞിട്ടാ ഞാനോട് താമസിപ്പിച്ചിരിക്കുന്നേ, അല്ലാതെ എന്റെ മനുഷ്യത്തിനല്ല. ചെല്ലടാ, ചെല്ല്, ചെന്ന് അവിടെ കൊണ്ടുവാ. എന്നിട്ട് നീ ഇറക്കിയേ അറക്കിയേ എന്താന്ന് വെച്ചാ നീ ചെയ്. ഞാൻ കാണിച്ചുതരാം. താനും റാവുത്തരാജ് ഓണോ കൂടെ പട്ടണം അവിടെ താമസിപ്പിച്ചേക്കണേ. അതിനെന്താടാ, നിനക്ക് വേണ്ട കാശ് അവൻ കൃത്യമായി തന്നോളൂ. വേണ്ട, അവന്റെ കാശും വേണ്ട, താമസവും വേണ്ട. മര്യാദക്കാരോട് ഇറക്കി വിട്ടോണം. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ആ എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. ഇന്റെ അമ്മോ, നീ അല്ലാടാ അവനോട് കൊണ്ടുവന്നത്? പറയണം, ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്? നിങ്ങൾ മൂന്നാല് സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമിയെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചത്? ഇപ്പതേ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു. കൊട്ടപ്പള്ളി, പോടാ പോടാ പോടാ.
എടാ ഇരുമ്പേ, നീ ഇത് ഇടപെടരുത്. ഇത് എന്റെ പെണ്ണിന്റെ പ്രശ്നമാ. നിന്റെ പെണ്ണോ? ആരുടെ നിന്റെ പെണ്ണ്? എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? പോടാ. ദേ നിങ്ങളൊക്കെ കേൾക്കണം. ആ സ്വാമി ഉണ്ടല്ലോ, അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ. അതിനാ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അവളും അയാളും തമ്മിൽ പ്രേമമാ. അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ. കെട്ടിക്കോടാ പട്ടി, കഥ വേറെ റൂട്ടിലേക്കല്ലോ പോണത് സ്വാമി. വല്ലോടത്തും വന്ന് ഏതൊരുത്തിന്റെ പേരും പറഞ്ഞ് തമ്മി തല്ലുന്നു. റാവുത്തേ, ഞാൻ റാവുത്തോട് കൂടെ പറയാ, മര്യാദയ്ക്ക് അവരോട് ഇറങ്ങി വിട്ടോണം. ഇല്ലേ അവന്റെ അവളും ചോയി കോളനി വീഴും. ഓടാ, പോയി അങ്ങനെ ചെയ്തിട്ട് വാ. അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ. ഓടാ, എല്ലാരും പോടാ. നോക്കിക്കാ പോകാൻ. ഓടാ. മര്യാദക്കല്ലെങ്കിലുണ്ടല്ലോ രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും. പന്നികളെ നിക്കണവിടെ. എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തിറക്കോ? എന്നവൻ ആരാണെന്നറിയോ? എന്റെ മോനാടാ, മൂസാനാടാ. അവനെ നീ ചവിട്ടാൻ ചെന്നതിന്റെ കാലിയാ വെട്ടിയെറിയും. സ്വാമി, സ്വാമി, എന്ത് ഭ്രാന്തായി കാണിക്കണേ? എങ്ങോട്ടാ പോണേ? അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ. നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ശൗമി, നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ച ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമസ്കാരം. എന്താ? ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി. കൊണ്ടുകൈ ഇരുന്നാട്ടെ, ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത് അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്. അതെ. അല്ല, അതെ, ഞാനാ. KK ജോസഫ് ചേട്ടാ, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ? എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത്. അതിന്റെ ഒരു സന്തോഷ. അതെന്താ, മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ മനുഷ്യരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരായിരുന്നു ജവന്മാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? സ്വാമി, നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്ന് തെരഞ്ഞെടുത്ത നല്ല മനുഷ്യനാണ്. ആ, പിന്നൊരു കാര്യമുണ്ട്. മൂസാ ചേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സ്വാമി, ചങ്ങല ചങ്ങല, സ്വാമി ചങ്ങല, ദേ കാലുമ്മ ചങ്ങല ഓടിയോ. ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി. അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നാടാ പട്ടി. അത് ശരി.
നീയൊക്കെ ഇവിടെ വീടാന്നിരിക്കും വാടക താമസിക്കാത്തതൊക്കെ അല്ല അതെ ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാ മതി. അല്ല ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട, ഞങ്ങൾ മാറിക്കോളാന്നോ? ഇനി എങ്ങാനും നിങ്ങൾ അവിടെ നിന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ ഞാൻ പറയുന്നത് പ്ലീസ് ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ